ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ സുഖകരമായ വിശ്രമം നൽകി പുതിയ പ്രഭാതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 13 മുതൽ 15 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 1-ാം അധ്യായം 3-ാം വാക്യം. ശൂന്യംകാരത്തിയായ അബീശഗിനെ കണ്ട് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് രാജാവിൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച യുവതി ആയിരുന്നു അബീശഗ്. ഈ പേരിൻ്റെ അർത്ഥം ദേശാന്തരിയായ പിതാവ് എന്നാണ്. ശൂനേം എന്ന പട്ടണക്കാരിയായിരുന്നു അബീശഗ്. ഇസാഖാർ ഗോത്രത്തിൻ്റെ തെക്കേ അതിർത്തിയിലുള്ള ഒരു പട്ടണമായിരുന്നു ശൂനേം. വിശുദ്ധ വേദപുസ്തകത്തിലെ പല സംഭവങ്ങളും നടക്കുന്നത് ശൂനേം എന്ന ഈ പട്ടണത്തിലാണ്. മാത്രമല്ല, വാർദ്ധക്യത്തിൽ ദാവീദ് രാജാവിൻ്റെ പരിചാരികയായി തീർന്ന അബീശഗിൻ്റെ സ്വന്തം സ്ഥലവുമായിരുന്നു ശൂനേം. 1 രാജാക്കന്മാർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ രാജഭൃത്യന്മാർ സുന്ദരിയായ അഥവാ സൗന്ദര്യമുള്ള ഒരു യുവതിയെ രാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. രാജാവിന് പരിചാരികയായി അവൾ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് അബീശഗിനെ നാം കാണുന്നത് 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലാണ്. അവിടെ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശലോമോൻ തൻ്റെ അപ്പനായ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുകയും രാജത്വം സ്ഥിരമാക്കുകയും ചെയ്തു. അതിനുശേഷം അദോനിയാവ് തൻ്റെ ഒരു ആവശ്യവുമായി ശലോമോൻ്റെ അമ്മയായ ബത്ശേബയെ സമീപിക്കുന്നു. ഇവിടെ അദോനിയാവിൻ്റെ ആവശ്യം ഇതായിരുന്നു: രാജത്വം എനിക്കുള്ളതായിരുന്നു. ഞാൻ വാഴേണ്ടതിന് ഇസ്രായേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജത്വം മറിഞ്ഞ് എൻ്റെ സഹോദരന് ആയിപ്പോയി. യഹോവയാൽ അവന് അത് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തള്ളിക്കളയരുതേ. നീ പറക എന്ന് ബത്ശേബ അദോനിയാവിനോട് പറയുന്നുണ്ട്. എന്നാൽ അവിടെ അദോനിയാവ് പറയുന്നത് ഇപ്രകാരമാണ്: ശൂനേംകാരത്തിയായ അബീശഗിനെ എനിക്ക് ഭാര്യയായി തരുവാൻ ശലോമോൻ രാജാവിനോട് പറയണമേ എന്ന് പറയുന്നു. അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് ബത്ശേബയോട് അദോനിയാവ് പറയുന്നു. ഇപ്രകാരം ദാവീദിൻ്റെ മരണശേഷം പുത്രനായ അദോനിയാവ് രാജത്വത്തിനു വേണ്ടി അവളെ വിവാഹം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചത് അവസാനം അദോനിയാവിൻ്റെ മരണത്തിന് തന്നെ ഈ സംഭവം കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അബീശഗിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. കന്യകയായിരുന്ന അബീശഗ് തിരികെ ശൂനേമിലേക്ക് പോയതിനെക്കുറിച്ചോ എന്നാൽ അതോ കൊട്ടാരത്തിൽ തന്നെ തുടർന്നോ എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു തെളിവുകളും ലഭിക്കുന്നില്ല. എന്നാൽ അവൾക്ക് ലഭിച്ച പരിചാരിക എന്ന ശുശ്രൂഷ ഭംഗിയായി അബീശഗ് നിർവഹിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഏർപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുവാൻ ഇപ്രകാരം ദൈവം നമ്മെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒരു പുതിയ ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്നതായ ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഉത്തരവാദിത്വത്തോടെ കാര്യക്ഷമമായി അവയെല്ലാം നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.